നിങ്ങൾക്കൊരിക്കൽ പോലും സ്വന്തം ജീവിതത്തിൽ എന്തോ പറയാനുണ്ടായിട്ടും പറയാതെ പോയൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു മഞ്ഞ് വീണതുപോലെ എല്ലാം മൂടിപ്പോയില്ലേ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എം.ടി. വാസുദേവൻ നായരുടെ മഞ്ഞു എന്ന നോവലിനെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു സാധാരണ കഥയല്ല, ഇത് നമ്മളെ തന്നെ കുറിച്ചുള്ള കഥയാണ്. മഞ്ഞ് നടക്കുന്ന പശ്ചാത്തലം ഒരു മലയോര പ്രദേശമാണ്. പുറം ലോകത്ത് എല്ലാം ശാന്തം, മഞ്ഞ് പടർന്ന പ്രകൃതി. പക്ഷേ അകത്ത് മനുഷ്യരുടെ ഉള്ളിൽ ചൂടുള്ള വികാരങ്ങളും അടക്കി വെച്ച ഓർമ്മകളും പറയാതെ പോയ സ്നേഹവും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയാണ്. എം.ഡി. ഇവിടെ വലിയ സംഭവങ്ങളോ വലിയ ട്വിസ്റ്റുകളോ പറയുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത് ഒരു കാര്യം മാത്രം, മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പതുക്കെ കൊണ്ടുപോകുന്നു. ഈ നോവലിലെ പ്രധാന കഥാപാത്രം വളരെ ശാന്തനാണ്. പക്ഷേ ആ ശാന്തത സമാധാനമല്ല, അത് മൗനമാണ്. അവൻ്റെ ജീവിതത്തിൽ സ്നേഹമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. പക്ഷേ ഒന്നും തുറന്നു പറയുന്നില്ല. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർ ഇത് പറഞ്ഞാൽ പ്രശ്നമാവും എന്ന് കരുതി മൗനത്തിൽ കഴിയുന്നുണ്ട്? മഞ്ഞ് എന്നത് വെറും കാലാവസ്ഥയല്ല, അത് മനസ്സിനെ മൂടുന്ന അസംസാരമായ മൗനമാണ്. നോവലിലെ ബന്ധങ്ങൾ വളരെ അടുത്തതുപോലെ തോന്നും, പക്ഷേ ആ അടുത്തിടയിൽ ഒരു അദൃശ്യമായ അകലമുണ്ട്. സ്നേഹമുണ്ട്, പക്ഷേ തുറന്നു പറയുന്നില്ല. വേദനയുണ്ട്, പക്ഷേ കരയുന്നില്ല. ഇവിടെ എം.ഡി. നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: നമ്മൾ അടുത്തിരിക്കുമ്പോഴും എത്ര അകലത്തിലാണ്? ഒരേ മുറിയിലിരുന്ന് ഒരേ മനുഷ്യനോട് സംസാരിക്കാതെ നമ്മൾ എത്ര ദിവസം ജീവിച്ചിട്ടില്ലേ? എം.ഡിയുടെ എഴുത്തിൽ വലിയ ഡയലോഗുകളില്ല, വലിയ വിവരണങ്ങൾ ഇല്ല. പക്ഷേ ഒരു നോട്ടം, ഒരു നിശ്വാസം, ഒരു മൗനം, അവയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നമ്മളെ കഥ വായിക്കാൻ അനുവദിക്കുന്നില്ല, നമ്മളെ ആ കഥയിൽ ജീവിപ്പിക്കുന്നു. മഞ്ഞ് അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നും കഥ തീർന്നില്ലെന്ന്. അതെ, കാരണം ഇതൊരു മനുഷ്യൻ്റെ കഥയല്ല, ഇത് നമ്മുടെ ഉള്ളിലെ തുടരുന്ന കഥയാണ്. എം.ഡി. നമ്മളോട് പറയുന്നത്, മൗനം ചിലപ്പോൾ സംരക്ഷണമാവാം, പക്ഷേ എപ്പോഴും മൗനത്തിൽ ജീവിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തും. ഞാനൊരു ചോദ്യം ചോദിച്ച് ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എത്ര മഞ്ഞ് വീണ് കിടക്കുന്നു? എത്ര വാക്കുകൾ പറയാതെ കിടക്കുന്നു? ഒരുപക്ഷെ മഞ്ഞ് വായിച്ച ശേഷം നമ്മളൊരു വാക്കെങ്കിലും തുറന്നു പറയാൻ ധൈര്യം കാണിച്ചാൽ, അതാണ് എം.ഡി. ഈ നോവലിലൂടെ നമ്മളിൽ ഉണർത്താൻ ശ്രമിച്ചത്. നന്ദി.